നല്ല ചൂടുണ്ട്, ഒരു രക്ഷയില്ല. തലപ്പാക്കട്ടി ബിരിയാണി ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയമായി. പഴയ അരി കിട്ടിയിട്ടില്ല, തപ്പുന്നുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു ചെന്നൈ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. കൂടെ നവീനുണ്ട്, പ്രിൻസ് ഉണ്ട്. അപ്പം വെൽക്കം ടു NMC Viewfinder. പറയാം, നമ്മളെന്ത് കഴിക്കാൻ പോകുന്നത്? ബിരിയാണിനെ കുറിച്ച് പറയും. ഞാൻ പറയില്ല, പറയടാ. നമ്മളെന്തിപ്പോ കഴിക്കാൻ പോകുന്നത് പറയും? ബിരിയാണി. എന്ത് ബിരിയാണി? ചെന്നൈ തലപ്പാക്കട്ടി ബിരിയാണി. ചെന്നൈ തലപ്പാക്കട്ടി ബിരിയാണി. അതാ അത് വന്നതിന് ചേട്ടൻ്റെ പ്രത്യേകത എന്താ? തലപ്പാക്കട്ടി അതൊരു അവിടുത്തെ വളരെ പഴയ, തമിഴ്നാട്ടിലൊക്കെ പഴയ ഒരു രീതിയിൽ ചെയ്യുന്നൊരു ബിരിയാണി. പ്രത്യേക രീതിയിൽ അത് നമ്മുടെ ജീരകശാല റൈസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സാധനം. അപ്പോൾ ചെന്നൈ തലപ്പാക്കട്ടി ബിരിയാണിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അരി മേടിക്കാൻ പോലും അതല്ലേ ആ ഒരു പഴയ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ബിരിയാണി. നോക്കട്ടെ. പഴയ ജീരകശാല അരി എന്ന് പറയുമ്പോൾ കുറേ പഴയതായിരിക്കും, മോശമായിട്ടുണ്ടാവില്ല. അല്ല, പഴയത് തപ്പാൻ പോയതാണ്. 1.5 മണിക്കൂറായി ഇരിക്കാന്ന് വേണ്ടി കിട്ടിയിട്ടില്ല. ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയമായി. പഴയ അരി കിട്ടിയിട്ടില്ല, തപ്പുന്നുണ്ട്. ഒരു 5 വർഷം പഴക്കമുണ്ടാവോ? അത് അരിയുടെ ക്വാളിറ്റി വലിയ തലപ്പാക്കട്ടി ബിരിയാണി. നമുക്കുള്ള പ്ലേറ്റ് എടുത്തു. 3 പ്ലേറ്റ് വരുന്നുണ്ട് ബിരിയാണി വരുന്നുണ്ട്. സാധനമുണ്ട്. ബിരിയാണി വന്നിട്ടുണ്ട്, നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി. നോക്കട്ടെ. ഇതാണ് നമ്മുടെ ചെന്നൈ തലപ്പാക്കട്ടി ബിരിയാണി. ഇതേപോലെ തന്നെയല്ലേ ചെന്നൈയിൽ കിട്ടല്? ചെന്നൈയിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ ഇലക്കി വെച്ച് ഇതെന്താ സാധനം? ചിക്കൻ ഗ്രേവി, ചിക്കൻ കുഴമ്പ് എന്ന് പറയും. ഇത് തൈരല്ലേ, നമ്മുടെ സാധാരണ. ഓക്കെ, അത് ബിരിയാണി. തൈര് വന്നു. ഒരു മുട്ടയും കിട്ടാം. മുട്ടയില്ലേ? ഇവിടെ ബിരിയാണി മുട്ട കിട്ടും. പുറത്തോട്ട് വരും. കഴിച്ചിട്ട് അപ്പോൾ വളർന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം. പെട്ടെന്ന് വളർന്നു, പെട്ടെന്ന് കഴിക്കും. അടിപൊളി. ഇത് നമ്മുടെ നാട്ടിലെ ബിരിയാണി ടേസ്റ്റ് ഒന്നുമല്ല, മസാലയും എല്ലാം വേറൊരു ടേസ്റ്റ്. ഓരോരാളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് ബിരിയാണി വിളമ്പുന്നതിലെല്ലാം മാറ്റമുണ്ട്. കണ്ടോ, നമുക്കൊക്കെ കേട്ടത് ഇങ്ങനെ ഒരു രക്ഷയില്ല കേട്ടോ, വേറെ തന്നെ ഒരു ടേസ്റ്റ്. ചെന്നൈ തലപ്പാക്കട്ടി ബിരിയാണി എങ്ങനെയുണ്ട്? എടുത്ത വളരെ ഏറെ കഴിച്ചു. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണ്. മുട്ട ഫ്രീയാ, ഇതിന് പൈസ കൊടുക്കണം കേട്ടോ. മുട്ടക്ക് ഇത് വേണ്ട. ഇതുണ്ടോ പിന്നെ ചിക്കനൊക്കെ കയറാനൊരു മടിയാണ്. ഇതാണ് ചിക്കൻ പീസ്. അടിപൊളി ടേസ്റ്റാണ്, രക്ഷയിലാണ്. ബിരിയാണിനെ കുറിച്ച് അഭിപ്രായം ഇത് വളരെ നല്ല സാധനമാണ്. വളരെ നല്ലൊരു ഇതില്ലേ, അതിന് ഇങ്ങോട്ട് തടിയില്ലേ? ചെന്നൈയിൽ കഴിച്ചതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ചെന്നൈയിൽ തിരിച്ചെത്തിയൊരു ഫീലല്ലേ? തീർച്ചയായും ചെന്നൈയിൽ ആകെ മാറിപ്പോയി. ഇതൊരു ചെന്നൈ പോയിട്ടില്ല. ഇംഗ്രിത് കിട്ടിയില്ല, സംഭവം ഇംഗ്രിതാണ്. ഇംഗ്രിത് ഉണ്ട് അല്ലേ? വേറൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, മട്ടൻ ബോട്ടി വറവല്ലേ? മട്ടൻ ബോട്ടി വറവൽ.
സ്വീറ്റ്സ് റവയാണെന്ന് തോന്നുന്നു അല്ലേ? സ്വീറ്റ് ടേസ്റ്റ് നല്ല ചൂടുണ്ട്, ഒരു രക്ഷയില്ല. ശരി കേട്ടോ. നല്ല ചൂടുണ്ട്, രാവിലെ ഒരു മരവിപ്പ് ഒന്നും മനസ്സിലാവുന്നില്ല. നല്ല മധുരമുണ്ട് കേട്ടോ. റവ തന്നെ, റവയിൽ റവയും പിന്നെന്തോ നട്സുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളും വെച്ചിട്ട് ഞാൻ എൻ്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. 7 മൈലെത്തുന്ന അടുത്തത് അങ്ങനെ ഒരു അടിപൊളി തലപ്പാക്കട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ടായി ബിരിയാണി എക്സ്പീരിയൻസ്? സംഭവം പൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ചെന്നൈയിൽ ഒരുപാട് ബിരിയാണികളുണ്ട്. എന്താണ് റാവത്തർ ബിരിയാണി, പിന്നെ തലപ്പാക്കട്ട്, ആമ്പൂർ ബിരിയാണി, പിന്നെ ആർക്കോട്ട് ബിരിയാണി. അപ്പോൾ ഇങ്ങനെ പല ബിരിയാണികളും ചെന്നൈയിലുണ്ട്. അപ്പോൾ അതിൽ തലപ്പാക്കട്ട് ബിരിയാണി നമ്മളിപ്പോൾ കഴിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ മലബാർ ബിരിയാണീനെ വെച്ച് നോക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, വേറൊരു മസാല, അടിപൊളി സാധനം. അപ്പോൾ നമ്മൾ സാധാരണ ട്രാവൽ വീഡിയോ ആണ് ചെയ്യൽ. ഇനി ഫുഡ് വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഫുഡ് വീഡിയോ വരുന്നത് വ്യാഴാഴ്ച ആയിരിക്കും. എല്ലാ ട്രാവൽ വീഡിയോയും വരുന്നത് ശനിയാഴ്ച ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വ്യത്യസ്തമായ ഒരു പ്ലേസുമായിട്ട് കാണാം. ബൈ ഫ്രം NMC Viewfinder, നവീൻ. ഫ്രണ്ട്സിനൊപ്പം ദിസ് ഈസ് Noufal.